അധികം മൂക്കാത്ത ചുരയ്ക്ക, 2 സവാള, 2 ഉരുളക്കിഴങ്ങ്, 2 പച്ചത്തക്കാളി, 2 പച്ചമുളക്, ഇത്ര മതി കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്കൊരു ഉണക്കക്കൊഞ്ച് തോരനാക്കി എടുക്കാം. മുമ്പ് കഴിച്ചിട്ടുണ്ടോ ഈ തോരൻ? ഇല്ലെങ്കിൽ ഇതൊന്ന് കണ്ടോളൂ കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി നമ്മളൊന്ന് അരിഞ്ഞു വെക്കണം. എന്നിട്ടുണ്ടല്ലോ നമ്മുടെ ഉണക്കക്കൊഞ്ചില്ലേ അതൊന്ന് കഴുകി വൃത്തിയാക്കി വെക്കാം. തലേന്ന് നുള്ളിക്കളയാൻ നിൽക്കണ്ട. പിന്നെ കഴുകുന്ന സമയത്തെ കയ്യിൽ കുത്തു കൊള്ളാണ്ട് നോക്കിയാൽ മാത്രം മതി കേട്ടോ. പിന്നെ ഒരു ഇത്തിരി തേങ്ങ, ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇത്തിരി മുളക് പൊടി, ഇത് മാത്രം മതി. കടുക് വറുത്തിട്ട് നമ്മുടെ ഈ അരിഞ്ഞു വെച്ച പച്ചക്കറികളെല്ലാം കൂടി അങ്ങോട്ടങ്ങ് തട്ടിയിടണം. എന്നിട്ടേ ഒരു ഇത്തിരി ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ കൊഞ്ചില്ലേ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും തേങ്ങയും കൂടി അരയ്ക്കുകയും ചതയ്ക്കുകയും ഒന്നും വേണ്ട കേട്ടോ. കൈ കൊണ്ട് തിരുമ്മിയിട്ട് ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഒരു ഇത്തിരി കൈവെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അത് അരപ്പ് പാത്രം കഴുകിയ വെള്ളം ആയാലും മതി. പാത്രം കഴുകിയെന്ന് വെച്ചാൽ നമ്മുടെ ആ അരപ്പിരുന്ന പാത്രമാണേ, അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടുണ്ടല്ലോ ഒന്ന് വേകാനൊക്കെ ആയിട്ട് വെക്കുക കേട്ടോ. അത് വെന്തിട്ടൊക്കെ ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ടൊക്കെ വന്നിട്ട് നമ്മൾ ചോറ് കഴിക്കാനൊക്കെ ആയിട്ട് പോവാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഉണക്കക്കൊഞ്ച് തോരൻ. നല്ല സൂപ്പർ രുചിയാട്ടോ ചോറ് കഴിക്കാനായിട്ട്. ചോറിനൊപ്പം ഒരു തോരൻ മാത്രം മതി ഊണ് കഴിക്കാൻ എന്നുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു സദ്യ കഴിക്കുന്ന സന്തോഷമാണ് കേട്ടോ. പറയാണ്ടിരിക്കാൻ വയ്യ. ഞാനിത് ഉണക്കമീൻ വെച്ചും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. വേറെ ഒന്നും വേണ്ട. ഇഷ്ടമായാലേ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളിയാണ്.